ഞാൻ ഡോക്ടർ ജോളി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇത് 65 വയസ്സുള്ള വ്യക്തിയാണ്, പുരുഷനാണ്. അദ്ദേഹത്തിന് ഡയബറ്റിസ് 35 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. 20 വർഷമായിട്ട് പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. 18 വർഷമായിട്ട് ഹാർട്ട് ഡിസീസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം 2006 ബൈപ്പാസ് സർജറിക്ക് വിധേയനായതാണ്. പിന്നെ 6 വർഷമായിട്ട് പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്, അതുകൂടാതെ ആർത്രൈറ്റിസും ഉണ്ട്. നീക്കും ഷോൾഡറിനും സ്പൈനിനും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ്, അദ്ദേഹത്തിന് 2011 2020 ആൻജിയോഗ്രാഫി ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അത് സ്റ്റെൻഡ് ഇടുകയല്ല ചെയ്ത്, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി പോലെ ചെയ്തു. പിന്നെ ഇപ്പം അദ്ദേഹം വരാനുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ 2023 ആയപ്പം വീണ്ടും നെഞ്ചുവേദന വന്നിട്ട് കൊറോണറി CT ആൻജിയോഗ്രാഫി ചെയ്തു. അപ്പോൾ അതിൽ കാൽസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ രക്തക്കൊഴലുകൾക്കൊക്കെ അന്യൂറിസം, അതായത് ഈ രക്തക്കൊഴലുകളുടെ ചില ഭാഗങ്ങൾ വീർത്തു വരുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ വീർത്തു വന്ന് പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള പോസിബിലിറ്റി വരും. അന്യൂറിസം ചില ഭാഗങ്ങളിലുണ്ട്. അതുപോലെ ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കായിപ്പോയി. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ. പിന്നെ CKD, അതായത് കിഡ്നിയും അഫക്റ്റ് ചെയ്തു. കിഡ്നിയുടെ GFR ഒക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തലകറക്കം ഇടയ്ക്ക് വരുന്നുണ്ട്. സോഡിയം കുറഞ്ഞുകൊണ്ട് തലകറക്കവും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, ഒരു സാധാരണ ആക്ടിവിറ്റീസ്, അതായത് നമുക്ക് കുളിക്കുക, ഈവൻ ചെറിയ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ പോലും നെഞ്ചുവേദന വരുന്ന ഈ അഞ്ചാനയുടെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇനിയിപ്പം ഇദ്ദേഹത്തിന് മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും നിലയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈപ്പാസോ സ്റ്റെൻറ്റോ ആൻജിയോപ്ലാസ്റ്റിയോ, കാരണം ഇനിയിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പോലും ബലൂൺ ആൻജിയോപ്ലാസ്റ്റിയുടെ സൈഡ് എഫക്റ്റ് ആയിട്ടുമായിരിക്കും ചിലപ്പോൾ ഈ അന്യൂറിസം വന്നിരിക്കുന്നത്. അന്യൂറിസം ഉള്ള ഒരാൾക്ക് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ. അതങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പിന്നെ ഇത്രയും പ്രായമുണ്ട്, ഈ ഡയബറ്റിക്കും ഹൈപ്പർടെൻഷനും എല്ലാം കൂടെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഫിറ്റ് കാൻഡിഡേറ്റ് അല്ല ഈവൻ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എത്ര നാൾ കൊണ്ട് മരുന്നുകൾ കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ സാധിച്ചു, അസ്വസ്ഥതകൾ കുറയാൻ എത്ര നാൾ വേണ്ടി വന്നു, പരിശോധനാ ഫലങ്ങളിൽ ഉണ്ടായ പുരോഗതി തുടങ്ങിയവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. നെക്സ്റ്റ്, നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിലേക്ക് വന്നാൽ, അദ്ദേഹം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെയ്റ്റ് 75 കിലോ, പുരുഷനാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഏജ് 65ആണ്. പക്ഷേ അയാളുടെ ബോഡി ഏജ് കാണിക്കുന്നത് 72. അതായത് ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ട്, 7 വയസ്സ് കൂടുതലാണ് കാണിക്കുന്നത്. പിന്നെ വയറിൻ്റെ ചുറ്റളവ് 104 സെൻറ്റിമീറ്റർ, നന്നായിട്ട് കൊടുവാറുണ്ട്. ഫാറ്റ് പെർസെൻറ്റേജ് 30.6ആണ്. അപ്പം ഡയഗ്നോസിൽ ഇപ്പം നമ്മൾ 18 വർഷം മുമ്പ്, അതായത് 2006 ബൈപ്പാസ് സർജറി ചെയ്തതാണ്. പിന്നെ 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തിട്ടുണ്ട്. 35 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ 20 വർഷമായിട്ടുണ്ട്. BPH, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്രഷൻ, മൂത്രപ്പുഴ പോകണം, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് 6 വർഷമായിട്ട് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതുകൂടാതെ ആർത്രൈറ്റിസ് ഉണ്ട്. അതിൽ മുട്ടിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മുട്ടുവേദന കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മുട്ടുവേദനയുണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ട്, കൈപ്പൊക്കാൻ ബുദ്ധിമുട്ട്, നടുവേദനയുണ്ട്. മുട്ടിന് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നെക്സ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഇത്രയും ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം, ഈ വേദന വന്നപ്പോൾ നമ്മൾ CT ആൻജിയോഗ്രാം നോക്കിയപ്പം അതിൽ കാൽസിഫിക്കേഷനും കൊറോണറി ആർട്ടറിയിൽ അന്യൂറിസവും പല ഭാഗങ്ങളും കംപ്ലീറ്റ് ബ്ലോക്കുമാണ്. അത് കൂടാതെ പിന്നെ കിഡ്നിക്ക് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഭാഗമാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒത്തിരി മരുന്നുകളും കഴിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിന് കാരണമാകാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണുള്ളത്. പിന്നെ സ്കാനിലാണെങ്കിൽ ലിവർ ഡിസീസും കാണിക്കുന്നുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു CIMT എന്നുള്ള നമ്മളിപ്പോൾ ആർട്ടറിയുടെ ഏജ് മനസ്സിലാക്കാനുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്.
അപ്പോൾ അത് നമ്മൾ ബ്രെയിനിലേക്കുള്ള കരോട്ടിഡ് ആർട്ടറിയിൽ എത്ര കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോക്കുന്നു. അതിൽ കരോട്ടിഡ് ആർട്ടറിയിൽ ഈ തിക്നിങ് കൂടിയിട്ടുണ്ട്, അതുപോലെ ആത്രോസ്ക്ലീറോസിസ് ഇതുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രോക്കിനും മറ്റ് എല്ലാ രക്തക്കൊഴലുകളെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ സ്ട്രോക്കിനുള്ള ചാൻസും ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് പോലെ സ്ട്രോക്കിനുള്ള പോസിബിലിറ്റിയും കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാറ്റഗറി ഡിസീസ് എടുക്കുകയാണെങ്കിൽ ഇത് ഒന്ന് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എല്ലാം ഉണ്ട്, ഹാർട്ട് ഡിസീസ് ഒക്കെ അതിലാണ് വരുന്നത്. പിന്നെ ഒപ്പം തന്നെ ഡീജനറേറ്റീവ് ഡിസീസ്, ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് മെറ്റബോളിക് ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി ഡീജനറേഷൻ തുടങ്ങും. അതാണ് ഈ ജോയിൻറ്റ് പെയിനും അതെല്ലാത്തിൻ്റെയും കാരണം. ഈ ഷോൾഡർ പെയിൻ ഇതൊക്കെ ഡീജനറേറ്റീവ് ഡിസീസിലും കൂടെയാണ് വരുന്നത്. ബേസിക്കലി അതിൻ്റെ ഒരു മെറ്റബോളിക് ഡിസോർഡറിൻ്റെ ഒരു പ്രോഗ്രഷനാണ് ഈ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന് മരുന്നുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം 12 തരം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആക്ച്വലി ഏകദേശം 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉള്ള ടാബ്ലറ്റും ഉണ്ട്. പിന്നെ കൊളസ്ട്രോളിന് കഴിക്കുന്നുണ്ട്, അവാസ് കഴിക്കുന്നുണ്ട്, 40 മില്ലിഗ്രാം റെമിസ്റ്റാർ, അത് ബി പിക്കും ഒക്കെ ഉള്ളതാണ്. യൂറിമാക്സ് പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പാൻറ്റോളിൻ, വയറിൻ്റെ അസ്വസ്ഥതയ്ക്ക് പാൻറ്റോളിൻ ഡി എന്നുള്ളതുണ്ട്. ക്ലോപ്പിലെറ്റ് ഉണ്ട് ബ്ലഡ് തിന്നറായിട്ട്. പിന്നെ ഇവാബിഡ്, അതൊരു ആൻജൈനയ്ക്ക് ഉള്ളതാണ്. റെനോ എയ്സഡ്, അതും ആൻജൈനയ്ക്ക് ഉള്ളതാണ്. അത് വെരി ഹൈ ഡോസാണ്, 5000 1 ഗ്രാം വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഫ്ലവഡോൺ, നിക്കോസ്റ്റാർ, ഇതൊക്കെ ആൻജൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം മൾട്ടിപ്പിൾ മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 14 ഗുളികയും പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷനും എല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻസുലിനൊക്കെ എടുത്തിട്ടും HbA1c 6.8 ആണ്. ബേസിക്കലി ഡയബറ്റിക് പേഷ്യൻറ്റും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതിൽ വെച്ച് നോക്കുമ്പോൾ നല്ല കൺട്രോളാണ് കേട്ടോ. പിന്നെ ഇൻസുലിൻ ലെവൽ വെരി ഹൈ ആണ്, 67, 68 കാണിക്കുന്നുണ്ട്. ഷുഗറും ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഷുഗറും ഹൈ ആണ്, 197 ഇൻസുലിൻ ലെവലും ഷുഗർ ലെവലും RBCയും കൂടുതലാണ്. പിന്നെ അമൈലേസ്, അതൊരു ലിവർ പാൻക്രിയാസ് എൻസൈമാണ്, അത് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാൻക്രിയാസിന് നേർക്കിട്ടുണ്ട്. അമൈലേസ് ലൈപ്പേസ് ഒക്കെ കൂടുതലുള്ളവർക്ക് പാൻക്രിയാസിന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. നെക്സ്റ്റ് അതുപോലെ ഈ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്, HDL കുറവാണ്, GFR 78 ഉള്ളൂ, കുറഞ്ഞിട്ടുണ്ട്. യൂറിനി മൈക്രോ ആൽബുമിൻ ഉണ്ട്, സോഡിയം കുറവാണ്, ESR കുറച്ച് ചെറിയ ആൻറ്റി ഇൻഫ്ലമേഷൻ ഉണ്ട്, വൈറ്റമിൻ ഡി കുറവാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രോപ്പോണിൻ ലെവൽ, അത് കാർഡിയാക് മാർക്കറാണ്, അതായത് ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും അഞ്ചിന് ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, സീരിയസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഇതാണ്. ട്രോപ്പോണിൻ ലെവൽ കൂടുതലാണ്, 126 ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫുഡും എക്സസൈസുമാണ്. ആ ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം, ഇപ്പോൾ ഇതൊക്കെ ഒത്തിരി ഓവർ വെയിറ്റ് ഉള്ള, കുടവയറും ഓവർ വെയിറ്റും ഒക്കെ ഉള്ള ആളല്ലേ, അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ കാലറിയിൽ എല്ലാ ന്യൂട്രീഷനും കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ ഹാർട്ട് പേഷ്യൻറ്റ് പ്രത്യേകിച്ച് ഇത്രയും അഞ്ചൈനയൊക്കെ ഉള്ളവർക്ക് ഹെവി ആയിട്ട് വല്ലതും കഴിച്ചാൽ അത് തന്നെ അഞ്ചൈന പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഞ്ചുവേദന വരും, അങ്ങനെയും കൂടെ ഉണ്ട് ഈ കൂടുതൽ ഇതുള്ളവർക്ക്. അപ്പം ഏറ്റവും കുറച്ച് ഭക്ഷണത്തിൽ നിന്ന് എല്ലാ ന്യൂട്രീഷനും കിട്ടിക്കാനാണ് നോക്കുന്നത്. പിന്നെ ഒത്തിരി എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഏറ്റവും മൈൽഡായിട്ട് ഹാർട്ടിനെ സ്ട്രെയിൻ ചെയ്യാതെ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന സ്പെഷ്യൽ എക്സസൈസുമാണ് ഇതിന് വരുന്നത്. പിന്നെ ഒപ്പം തന്നെ നമ്മൾ ഈ കിഡ്നിയും ഒക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം മരുന്ന് ഈ ടോക്സിൻസ് കുറച്ചുകൊണ്ട് വരാനുമാണ്. കാരണം ഓൾറെഡി ലിവറിനും പ്രോബ്ലം ഉണ്ട്, ലിവറിന് ഫാറ്റി ലിവറിൻ്റെയും കാണിക്കുന്നുണ്ട്, കിഡ്നിയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വരാനും ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം മരുന്നെല്ലാം നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബ്ലോക്ക് ചെയ്യാനാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടും സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി കഴിക്കുമ്പോൾ അതെല്ലാം ഇൻഫ്ലമേഷൻ, അപ്പോൾ അത് കുറയ്ക്കുക. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആണ്. അപ്പോൾ അതിൻ്റെ ഹീലിംഗ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേഷൻ പാർട്ടും കൂടി ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അറ്റ് ഏർലിയസ്റ്റ് മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്ന് നിർത്താനും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് 2 ഡയബറ്റീസ്, ഇൻസുലിനും C-പെപ്റ്റൈഡും ഒക്കെ നോർമലായിട്ടുണ്ട്. അതുകൊണ്ട് ഡയബറ്റീസിൻ്റെ മെഡിസിൻ എല്ലാം ഫസ്റ്റ് ഡേ തന്നെ നിർത്തി. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്നുള്ളതാണ്, 4 നേരം നോക്കണം. നമ്മൾ 2 hours കഴിയുമ്പോൾ തന്നെ ഇൻസുലിനൊന്നും ഇല്ലാതെ ഷുഗർ നോർമലായി വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സിംറ്റംസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചെസ്റ്റ് ഡിസ്കംഫോർട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടും മുട്ടുവേദനയൊക്കെ കൊണ്ടും ബാക്ക് പെയിനും അതുപോലെ വയറിൻ്റെ അസ്വസ്ഥതകളുമായിരുന്നു സിംറ്റംസിൽ ഏറ്റവും കൂടി നിന്നിരുന്നത്. ദെൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ മരുന്നുകളിൽ എന്തോരമാണ് കുറച്ചുകൊണ്ട് വന്നു, എങ്ങനെ കുറച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഡേ ആയപ്പോൾ തന്നെ ഡയബറ്റീസിൻ്റെ കുറച്ചുകൊണ്ട് വന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് അവാസ്
അറ്റോസ്റ്റാറ്റിൻ 40 കഴിച്ചുകൊണ്ട് 20 ആക്കി. അപ്പം 8ാമത്തെ ദിവസം വന്നപ്പോൾ തന്നെ മരുന്നുകളുടെ നമ്പർ മൊത്തത്തിൽ കുറഞ്ഞു. 12 എണ്ണം ഉണ്ടായിരുന്ന ടൈപ്പാണ്, അത് 9 എണ്ണമായിട്ട് കുറഞ്ഞു. അതുപോലെ പലതിൻ്റെയും ഡോസ് കുറയ്ക്കാൻ പറ്റി. കൊളസ്ട്രോളിൻ്റെ മരുന്നിൻ്റെ കുറച്ചു, പ്രഷറിൻ്റെ പകുതിയോ ആയിട്ട് കുറച്ചു, അങ്ങനെ ഓരോന്നിൻ്റെയും മരുന്ന് കുറച്ചുകൊണ്ട് വന്നു. നമ്മൾ 30ാം ദിവസം ആയപ്പോഴേക്കും ആക്ച്വലി ആകെ ഉള്ളത് ഈ അറ്റോസ്റ്റാറ്റിന് 5 മില്ലിഗ്രാം 40 എന്നുള്ളത് 5 ഗ്രാമിലേക്ക് കുറഞ്ഞു. അതുപോലെ നിക്കോസ്റ്റാർ എന്ന് പറഞ്ഞ ഒരൊറ്റ ടാബ്ലറ്റേ ഉള്ളൂ അഞ്ചൈനയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നത്. 60 അത് 30 ദിവസം കഴിഞ്ഞ് വിതിൻ 1 വീക്ക് മേ ബി 40 ദിവസത്തിന് മുമ്പ് അതും കുറച്ചു. പിന്നെ ഡേ 60 ആയപ്പോൾ ആകെ അവാസ് മാത്രം 5 മില്ലിഗ്രാം ഒന്നിടവിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. 60 ദിവസം ആയപ്പോഴേക്കും എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റി. അതുപോലെ സിംറ്റമാറ്റിക് റിലീഫ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 8ാം ദിവസം ആയപ്പോഴേക്കും 60% ഡിസ്കംഫർട്ട് മാറി എന്നുള്ളത്. പിന്നെ വാക്കിംഗ് ഡിഫിക്കൽട്ടിയൊക്കെ കംപ്ലീറ്റ്ലി മാറി. ചെസ്റ്റ് ഡിസ്കംഫർട്ട് 60% മാറി. അത് 15ാം ദിവസം ആയപ്പോഴേക്കും 80% മാറി. 30 ദിവസം ആയപ്പോഴേക്കും സിംറ്റം ഫ്രീ ആയി നെഞ്ചുവേദന സംബന്ധിച്ച്. പിന്നെ വാക്കിംഗ് ഡിഫിക്കൽട്ടി ശരിക്കും പറഞ്ഞാൽ മുട്ടുവേദനയൊക്കെ 8ാം ദിവസം വന്നപ്പോഴേക്കും അത് മാറി. ബാക്ക് പെയിന് കുറച്ചും കൂടെ സമയം എടുത്താൽ 30 ദിവസം ആയപ്പോഴേക്കും അത് മാറി. ഗ്യാസിൻ്റെതാണേലും 8th ഡേ വന്നപ്പോഴേക്കും മാറി. പിന്നെ 8th ഡേ വന്നപ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറഞ്ഞു വന്നു. പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്, മരുന്ന് നിർത്തി കഴിഞ്ഞിട്ടും പ്രഷർ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബോഡി നോർമലിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഈ വാബിഡും റെനോയിസിഡും ഇതെല്ലാം BP കുറയ്ക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഫാസ്റ്ററായി പെട്ടെന്ന് അതേസമയത്ത് ഇത്രയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാത്തിനും ടൈം കൊടുത്തേ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. പക്ഷെ 30 ദിവസം ആയപ്പോഴേക്കും ഇത്തരം മരുന്നുകൾ ഹാർട്ടിൻ്റെ ആയിട്ടുള്ള മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്നു. ഡോസ് കുറച്ചപ്പോഴേക്കും പിന്നെ അത് കറക്റ്റ് ചെയ്തു. പിന്നെ വേറൊരു കാരണം അദ്ദേഹത്തിൻ്റെ BP കുറഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സോഡിയം ലോ ആയി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതും പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ബ്ലഡിലെ ചേഞ്ചസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ബ്ലഡിൽ HbA1c തുടങ്ങുമ്പോൾ ഈ ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനും എല്ലാം വെച്ചുകൊണ്ട് 6.8 ഉണ്ടായിരുന്നു. 8 ദിവസം ആയപ്പോഴേക്കും മരുന്നൊന്നും ഇല്ലാതെ 6.5ലേക്ക് വന്നു. 15 ദിവസം ആയപ്പോഴേക്കും 6.1 ആയി. 30ാം ദിവസം ആയപ്പോഴേക്കും 5.8, 60ാം ദിവസം ആയപ്പോൾ 5.5. അത് കഴിഞ്ഞ് 90ന് വന്നപ്പോഴേക്കും അത് 6 ആയിട്ട് കൂടി. അത് ഉഴപ്പാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. സാധാരണ നമ്മൾ 3 മാസത്തെ ആവറേജ് സാധാരണ ഡയബറ്റിക് പേഷ്യൻ്റ് 3 മാസം കൂടുമ്പോഴാണ് HbA1c നോക്കുന്നത്. പക്ഷേ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അങ്ങനെയല്ല. ആദ്യം എവരി വീക്ക് നോക്കും, പിന്നെ എവരി മന്ത് തന്നെ നോക്കും. കാരണം പേഷ്യൻ്റ് ഉഴപ്പുന്നുണ്ടോ എന്നുള്ളതും കൂടെ അറിയാനുള്ളതും, അതായത് നമ്മുടെ ബോഡിയുടെ റിപ്പയർ വർക്ക് എത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്നുള്ളതും കൂടെ ആണ് അതറിയുന്നത്. അതൊരു റെപ്രസെൻറ്റേഷനാണ് ശരിക്കും. HbA1c നമ്മുടെ 6.8 ഉണ്ടെങ്കിൽ അത്രയും രക്തക്കുഴലുകൾ ഗ്ലൂക്കോസ് വെച്ച് അത്രയും ബോഡിയിലെ അത്രയും സെൽസും ഗ്ലൂക്കോസ് വെച്ച് ഡാമേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് റെഡ് ബ്ലഡ് സെൽസിന് മാത്രമല്ല, ചുവന്ന രക്താണുക്കൾ മാത്രമല്ല, ബോഡിയുടെ മൊത്തത്തിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റും കൂടെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നോക്കുന്നത്. അപ്പോൾ പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യാൻ അതും കൂടെ ഷുഗർ മാത്രം വെച്ച് മോണിറ്റർ ചെയ്താലും നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് ആവുന്നുണ്ടോ എന്ന്. അപ്പം ഓവറോൾ ഡേയിൽ ആ വീക്കിൽ നമുക്കറിയണമെങ്കിൽ അത് അപ്പം തന്നെ കുറഞ്ഞു വരുന്നതാണ്. ഈവൻ ഇൻസുലിൻ ആണെങ്കിൽ 67.7 നിന്നിരുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന പേഷ്യൻ്റാണ്. അത് 6.4ലേക്ക് 30ാം ദിവസം വന്നപ്പോഴേക്കും ആയി. ബ്ലഡ് ഷുഗർ 8ാം ദിവസം വന്നപ്പോൾ തന്നെ മരുന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ 197 ഉണ്ടായിരുന്ന ആൾക്ക് 8ാം ദിവസം വന്നപ്പോഴേക്കും 97ലേക്ക് കുറഞ്ഞു. പിന്നെ ബ്ലഡ് ഷുഗർ ഒരിക്കലും പിന്നെ കൂടിയിട്ടില്ല. അത് ശരിക്കും 8ാം ദിവസമല്ല, വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത് നെക്സ്റ്റ് ഡേ തന്നെ ബൈ ദ ഈവനിങ് അത് കംപ്ലീറ്റ് കറക്ഷനിലേക്ക് വന്നു. അമൈലേസ്, അതായത് നമ്മുടെ പാൻക്രിയാസിൻ്റെ ആ നീർക്കെട്ടിൻ്റെ അത് പക്ഷേ പതുക്കെയാണ് കുറയുന്നത്. യൂഷ്വലി അങ്ങനെയാണ് കാണുന്നത്. അത് അത്ര ഫാസ്റ്റായിട്ട് മാറുകയില്ല. അത് പതുക്കെ 214, 30 ദിവസം ആയപ്പോഴേക്കും 203, അത് 90ാമത്തെ ദിവസം ആയപ്പോഴേക്കും 146ലേക്ക് കുറഞ്ഞു. ഒരുപക്ഷെ അതിലും കൂടുതൽ കുറഞ്ഞേനെ. കാരണം 60 ദിവസത്തിന് 90 ദിവസത്തിന് 60 ദിവസം 5.5 HbA1c വന്ന ആൾ 90ാം ദിവസം ആയപ്പോഴേക്കും 6ലേക്ക് കൂടി. അപ്പോൾ അത് അവിടെ കുറച്ചൊരു കുഴപ്പം കൂടെ വന്നിട്ടുണ്ട്. തെറ്റിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടെന്നാണ്. നെക്സ്റ്റ് GFR ആണെങ്കിൽ 78 തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അത് 92 നോർമലിലേക്ക് എത്തി 60 ഡേയ്സ് ആയപ്പോഴേക്കും. പിന്നെ മൈക്രോ ആൽബുമിൻ ശരിക്കും കുറഞ്ഞ് 60 ദിവസം ആയപ്പോഴേക്കും നോർമലായി. അതിൽ 101 ഉണ്ടായിരുന്നു, 78ആയി, 45ആയി. പിന്നെ സോഡിയം കുറവായിരുന്നു. അത് സോഡിയം കറക്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും 60 ദിവസം ആയപ്പോഴേക്കും സോഡിയം കറക്റ്റ് ആയുള്ളൂ. അപ്പോൾ അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതെല്ലാം കറക്റ്റായിട്ട് എടുക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ ആ മരുന്നുകളാണ് സോഡിയം കുറയ്ക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ആ മരുന്നുകളും കൂടെ ഏകദേശം 60 ദിവസം ആയപ്പോഴേക്കും മരുന്നുകളെല്ലാം തീർന്നപ്പോഴേക്കും സോഡിയം കറക്റ്റായി.
പക്ഷേ ഡേ 90 വന്നപ്പോഴേക്കും സോഡിയം വീണ്ടും ഇത്തിരി തെറ്റുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഷുഗർ കൺട്രോളും അതിൽ മൈക്രോ ആൽബുമിനൊക്കെ നോർമലായത് വീണ്ടും തിരിച്ചു വരുന്നത്. അതാണ് നമ്മൾ കംപ്ലീറ്റ് കറക്റ്റ് ആക്കാതെ വീണ്ടും തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബോഡിക്ക് റിപ്പയറിനൊരു ടൈമുണ്ട്. നമ്മളുടെ 90% സെല്ല് ഏകദേശം 90 ഡേയ്സ് കൊണ്ട് കറക്റ്റ് ആകും. പക്ഷെ പിന്നെയും ഉണ്ട് കറക്ഷൻ വേണ്ട ബാക്കി 90 ഡേയ്സ് സെൽസും കൂടെ ഉണ്ട്. അപ്പം നമ്മളതെല്ലാം തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇപ്പം മാറിയ പാരാമീറ്റേഴ്സ് തിരിച്ചിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മരുന്ന് വേറെ അസ്വസ്ഥതകളും ഇല്ല, മരുന്നും ഇല്ല. അപ്പം എന്നാൽ പിന്നെ ഇനി എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നത്, അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ എക്സസൈസിൻ്റെ കാര്യത്തിൽ, അത് കഴിഞ്ഞാലും നമ്മൾ പ്രത്യേകിച്ച് ഒരു 3 to 6 months വരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ എഫേർട്ട് എടുക്കണം. അത് കഴിഞ്ഞാലും കംപ്ലീറ്റ് നിർത്തിക്കളയരുത്. ബേസിക് ആയിട്ടുള്ള ഒരു 1/2 hour to 1 hour നമ്മളൊരു സ്പെഷ്യൽ പാറ്റേൺ ഓഫ് എക്സസൈസ് ആണ് ഓക്സിഫ്ലെക്സ് എന്ന് പറയും. അതിനൊരു 1/2 hour to 1 hour അതിനും കൊടുക്കണം. ഫുഡിൽ പാടില്ലാത്ത കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗർ കൂടാത്ത രീതിയിൽ എന്ത് വേണേലും ആകാം. ഈവൻ കുറച്ച് ഫ്രൂട്ട്സും മധുരം ഒക്കെ ആവാം. പക്ഷെ അതായത് നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ESR ഒക്കെ 15 ഡേയ്സ് ആയപ്പോഴേക്കും കറക്റ്റായി. വൈറ്റമിൻ D3 30 ഡേയ്സ് ആയപ്പോഴേക്കും നോർമലായി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൊപ്പോണിൻ ലെവലാണ്. ട്രൊപ്പോണിൽ ഹാർട്ടിൻ്റെ ബ്ലഡ് മസിലിന് വന്നിരിക്കുന്ന ഡാമേജാണ്. അത് ആദ്യം തുടങ്ങുമ്പോൾ 126 ഉള്ളത് 8 ദിവസം ആയപ്പോഴേക്കും 82 കുറഞ്ഞു. പിന്നെ അത് 15 ദിവസമായപ്പോൾ 34, ട്രൊപ്പോണിൻ ലെവല് 30 ദിവസമായപ്പോൾ 26, പിന്നെ 20 90 ദിവസം ആയപ്പോഴേക്കാണ് അത് നോർമലായത്. അപ്പോൾ അത് നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഈ ട്രൊപ്പോണിൻ ലെവലിൻ്റെ കാര്യത്തിൽ ഈ അക്യൂട്ട് അറ്റാക്കായിട്ട് വന്നവരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഒത്തിരി കൂടുതൽ 5000, 6000 ഒക്കെ ഓരോ വന്നിട്ടുള്ളവർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറയും. പക്ഷേ ഇതിങ്ങനെ ക്രോണിക് ആയിട്ട് ഈ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നവർ, അതായത് ഈ അഞ്ചൈന പേഷ്യൻസിന് ബ്ലോക്ക് കൊണ്ട് ഇങ്ങനെ ബൈപ്പാസ് അങ്ങനത്തെ ഇരിക്കുന്നവർക്ക് ഈ ട്രൊപ്പോണിൻ ലെവൽ കറക്റ്റ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. അതേസമയത്ത് ഒത്തിരി കൂടുതലാണെങ്കിലും അറ്റാക്ക് ഉള്ളവരുടെ ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ചേഞ്ചസ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ നോക്കാറുള്ളത് സാധാരണ 3 months ആകുമ്പോഴേക്കും നമ്മൾ ഈ CIMTയും കാർഡിയാക് എക്കോയും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നോക്കും. നെക്സ്റ്റ് ഇദ്ദേഹത്തിന് ബോഡി പാരാമീറ്റേഴ്സിൽ വന്നിരിക്കുന്ന ചേഞ്ചാണ്. അപ്പോൾ ഹൈറ്റ് 165 centimeter ആണ്, ഏജ് 65, പക്ഷെ ബോഡി ഏജ് 71. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് തുടങ്ങുമ്പോൾ 75 കിലോ ആണ്, 74.9. 8ാം ദിവസം ആയപ്പോഴേക്കും തന്നെ അത് 72.4 വന്നു. 15ാം ദിവസം ആയപ്പോൾ 70.9 ആയി. 30ാം ദിവസം ആയപ്പോഴും 69.2 ആയി. വലിയ കുറവ് വന്നിട്ടില്ല, ഇച്ചിരി ഉഴപ്പാൻ തുടങ്ങി. പിന്നെ നെക്സ്റ്റ് വന്നപ്പോഴും 68, അതായത് 60ാം ദിവസം, പിന്നെ 65.8. അപ്പം കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് വെയിറ്റ് കുറയാറുണ്ട്. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് 10 കിലോയോളം 3 മാസം കൊണ്ട് കുറഞ്ഞു. ശരിക്കും 3 മാസം കൊണ്ട് 15, ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് നോക്കുവാണെങ്കിൽ 15 കിലോ വരെ കുറയ്ക്കാവുന്നതാണ്, ഫാസ്റ്ററാണ്. അപ്പോൾ 15 കിലോ വരെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ 60 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടെ ഫ്രീ ആകുവാണ് ഫാസ്റ്ററായിട്ട്. പിന്നെ BMI ആണ് 27.5 ഉണ്ടായിരുന്നത്, നമ്മൾ 90 ദിവസം ആയപ്പോഴേക്കും 24.2 വന്നുള്ളൂ. നമുക്ക് വേണ്ടത് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് അറൗണ്ട് 21, 20 ഇത്രയൊക്കെ മതി ശരിക്കും. പിന്നെ BP ആണെങ്കിൽ മരുന്നൊന്നും ഇല്ലാതെ, വിത്ത് മരുന്ന് 130/70 നിന്നിരുന്ന് മരുന്നില്ലാതെ തന്നെ എപ്പോഴും 120. ഇടയ്ക്ക് ഇതിപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നോക്കുന്നതാണ് ഞാൻ ഇതിനകത്ത് റെക്കോർഡ് പറയുന്നത്. പക്ഷെ വീട്ടിലാണെങ്കിൽ ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് BP കുറയുന്ന ഒരു ടെൻഡൻസി. ഇപ്പോൾ നമ്മൾ സോഡിയം നമ്മുടെ സാധാ കോമൺ സോൾട്ട് ഇട്ട് വെള്ളം ജ്യൂസ് പോലെ എന്തെങ്കിലും കുടിക്കാനാണ് ഇപ്പോൾ പറയാം. പിന്നെ ബോഡി ഏജിൻ്റെ കാര്യത്തിലാണ് പ്രശ്നമില്ല. 71 ആക്സിലറേറ്റഡ് ഏജിങ് 65 ഉണ്ടായിരുന്ന ആൾ 71 ആയിരുന്നു. അത് 30 ദിവസം ആയപ്പോഴേക്കും 63. അദ്ദേഹത്തിൻ്റെ ഉള്ള ഏജിനേക്കാളും കുറഞ്ഞു. 65 വയസ്സുള്ള ഒരാൾ 63 വന്നത് ഒറ്റ മാസം കൊണ്ട് നമ്മൾ 8 years ബോഡി ഏജിൽ വന്ന വ്യത്യാസം. അത് ജസ്റ്റ് നമ്മളുടെ ഒരു ഫിഗറായിട്ട് ഇതിൽ കാണിക്കുക എന്നുള്ളതല്ല, അത് ആ പേഷ്യൻ്റ് അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതിന് ആ ചെറുപ്പത്തിലേക്ക് തിരിച്ചു വരും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ 60 ദിവസം ആയപ്പോഴേക്കും 60 90 ദിവസം ആയി 58. അതായത് 65 വയസ്സുള്ള ആൾക്ക് 71 അത് തിരിച്ച് നമുക്ക് 58 കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 33.6 ഉള്ളത് കുറഞ്ഞ് 26.5 വരാൻ പറ്റും. ഇനി നമ്മൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യേണ്ടത് എന്താണെന്ന് പ്ലാനിങ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഒരു 150 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 57 കിലോയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ 57 കിലോയിലേക്ക് വരുമ്പോഴേക്കും നാച്ചുറലി ഒരു BMI ഒരു 21 ആകും. BP അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം.
പിന്നെ അബ്ഡോമിനൽ സർക്കംഫറൻസ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അബ്ഡോമിനൽ സർക്കംഫറൻസ് 104 90 ദിവസമായപ്പോഴേക്കും 90 വന്നു. ശരിക്കും അതൊരു 70-75 കൊണ്ടുവരിക എന്നുള്ളതാണ് ഐഡിയൽ. പിന്നെ ബോഡി ഏജ് ആക്ച്വലി ഈ പറയുന്ന പോലെ എല്ലാം വരികയാണെങ്കിൽ ബോഡി ഏജ് ഒരു ബിലോ 50 കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഫാറ്റ് പെർസെൻറ്റേജ് ആണെങ്കിലും ഒരു ബിലോ 20 കൊണ്ടുവരിക. അത് നമ്മൾ ഓരോരുത്തരുടെയും ആസ്പിറേഷൻ അനുസരിച്ചിരിക്കും. ആക്ച്വലി നമ്മളുടെ ഹെൽത്ത് എത്ര ചെറുപ്പമായിരിക്കണം, എത്ര ഹെൽത്തി ആയിരിക്കണമെന്ന് അവനവൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവനവൻ അതിൻ്റെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം 1-2 വർഷങ്ങളായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. സ്വന്തം നമുക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തം കാര്യം പോലും ചെയ്യാൻ ഇരുന്ന ആള് 90 ദിവസമായപ്പോഴേക്കും വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉണ്ട്, കേറ്ററിംഗ് ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ഇൻറ്റീരിയർ ഡിസൈൻ ഓർ സംതിങ്, അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രോബ്ലമായി അതിൻ്റെ സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഒന്നും പറ്റാത്ത നിലയിലിരുന്ന് ഹാർട്ട് പ്രോബ്ലം മാത്രം, ഇപ്പം സർജറി നമ്മുടെ സിംറ്റംസിനൊക്കെ വിതിൻ വീക്ക് റിലീഫായി, 1 മാസം കൊണ്ട് മരുന്ന് തീർന്നു, 3 months ആയപ്പോഴേക്കും കംപ്ലീറ്റ് മരുന്ന് തീർന്നു. സർജറി ആണെങ്കിൽ നമ്മൾ ശരിക്കും ആകെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പം ബാക്കിയുണ്ട്, പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ സർജറി വേണം, പിന്നെ നീ റീപ്ലേസ്മെൻ്റ് ആണ്. ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഡയബറ്റീസിന്, ഹൈപ്പർ ടെൻഷന്, ഹാർട്ടിന്, പ്രോസ്റ്റേറ്റിന്, കൊളസ്ട്രോളിന് എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റി. എല്ലാ ബ്ലഡ് പാരാമീറ്റേഴ്സും ഓൾമോസ്റ്റ് നോർമലിലേക്ക്. അത് ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ എഫേർട്ടും കൂടെ അനുസരിച്ചിരിക്കും. ഉഴപ്പിയാൽ നമ്മളെല്ലാം കറക്റ്റ് ആവണമെന്നില്ല. കറക്റ്റായിട്ട് പറയുന്ന അനുസരിച്ച് ചെയ്ത് ഇതെത്തിക്കുകയാണെങ്കിൽ എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ആകുന്നുള്ളൂ. കുറച്ചുകൂടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഇതെല്ലാം തന്നെ. നമ്മൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനാണ്. നമ്മൾ വേണമെന്ന് വെച്ചാൽ ഇതിൽ നിന്നെല്ലാം മാറാൻ പറ്റും. നമുക്ക് ആരോഗ്യം തിരിച്ചു പിടിക്കാനും പറ്റും. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടുകളും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്നും മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാകും.
പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ, നമ്മുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.